ഹൈന്ദവ വിശ്വാസം ഹനിക്കുന്ന തരത്തിൽ കേരള ലോട്ടറിയിൽ ചിത്രം പ്രദർശിപ്പിച്ചതിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. ജനുവരി 2-ന് നറുക്കെടുക്കുന്ന സുവർണ കേരളം ലോട്ടറിയിലാണ് ശിവലിംഗത്തിലേക്ക് ആർത്തവരക്തം പതിക്കുന്ന ചിത്രം പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ഈ വാർത്തയോട് പ്രതികരിക്കാൻ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ചേരുകയാണ്. VHP സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ഇത് ബോധപൂർവം ചെയ്തതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടോ? തർക്കവുമില്ല. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഘടകമാണ്. 2019 ജനുവരി മാസം 2-ാം തീയതിയാണ് സുപ്രീം കോടതി വിധിയുടെ മറവിൽ 2 യുവതികളെ ശബരിമലയിലേക്ക് പിണറായി സർക്കാർ തള്ളിക്കയറ്റി കൊണ്ടുപോയത്. അത് കഴിഞ്ഞിട്ട് 7 വർഷം തികയുന്ന 2026 ജനുവരി 2-ാം തീയതിയാണ് ഈ നറുക്കെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ തർക്കവിധേയമായിട്ടുള്ള അല്ലെങ്കിൽ ശിവലിംഗത്തില് ഈ ആർത്തവ രക്തം ഒഴിക്കുന്ന രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ലോട്ടറി ടിക്കറ്റിന്റെ നറുക്കെടുപ്പ് ജനുവരി 2-നാണ് വെച്ചിരിക്കുന്നത്. അന്നേരം ജനുവരി 2-ാം തീയതി ഹിന്ദു വിരുദ്ധ ദിനമായിട്ട് ആചരിക്കാനാണോ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാകാത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. CPM-കാർ, ഇടതുപക്ഷക്കാര്, കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾ എന്ത് ചെയ്താലും അത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നവർ പറയുകയാണ്. ബാക്കിയുള്ളവർ എന്ത് ചെയ്താലും വേറെ കുഴപ്പങ്ങളും. നമുക്കറിയാമല്ലോ, TP 51 വെട്ട എന്നൊരു സിനിമ ഇറങ്ങിയായിരുന്നു, TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നത്. ആ സിനിമ ഒരു ഒറ്റ തിയേറ്ററിലും പ്രദർശിപ്പിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷക്കാർ സമ്മതിച്ചില്ല. അവിടെ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എവിടെ പോയി? ഈ ഒരു ലോട്ടറി ടിക്കറ്റിനകത്ത് ഇത്തരത്തിലുള്ള നിന്ദ്യവും നീചവും ഹിന്ദു വിരുദ്ധവുമായിട്ടുള്ള ഒരു ചിത്രം കയറ്റി എന്ന് പറഞ്ഞ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ആലോചനയുടെ ഭാഗം തന്നെയാണത്. ആരുടെയും വീഴ്ചയോ അശ്രദ്ധയോ കൊണ്ടൊന്നും സംഭവിച്ചതല്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെതിരെ മാവേലിക്കര പോലീസ് സ്റ്റേഷനിലെ ലോട്ടറി ഡയറക്ടറെ പ്രതിയാക്കി വിശ്വ ഹിന്ദു പരിഷത്തിന് വേണ്ടി കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇത് തീർത്തും അപലപനീയമാണ്. ഹിന്ദുത്വത്തിനെ മനഃപൂർവ്വമായി മോശമാക്കാനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് എന്ത് വൃത്തികേടും കാട്ടിക്കൂട്ടാമെന്നുള്ള ഇടതുപക്ഷത്തിന്റെ ഒരു തന്ത്രമാണ്. അതുകൊണ്ട് ജനുവരി മാസം 2-ാം തീയതി ഹിന്ദു അപമാനിക്കൽ ദിവസമായിട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമമാണിത്. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി വിശ്വ ഹിന്ദു പരിഷത്ത് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. മാത്രവുമല്ല അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, നേരത്തെ ഈ ശബരിമല ആചാര സംരക്ഷണമൊക്കെ നടന്ന സമയത്ത് കേരളവർമ്മ കോളേജിൽ സമാനമായ ഒരു സംഭവമുണ്ടായി. ആർത്തവ രക്തത്തിൽ കുളിപ്പിച്ച അയ്യപ്പൻ്റെ ചിത്രം വരയ്ക്കുന്ന ഒരു സ്ഥിതി കേരളവർമ്മ കോളേജിലെ SFI യൂണിയന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ ഹിന്ദുവിരുദ്ധത എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഉറഞ്ഞുകിടക്കുന്ന ഒരു വികാരമാണ്. അതിനെ ആളിക്കത്തിക്കുകയാണ് ഓരോ നീക്കങ്ങളിലൂടെയും സർക്കാരും സംവിധാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇനിയുള്ള നിയമ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് അഡ്വക്കേറ്റ് അനിൽ വിളയിൽ? തീർച്ചയായിട്ടും ചോദ്യം വളരെ പ്രസക്തമാണ്. നമുക്കറിയാം, കുറച്ചു നാളിന് മുമ്പ് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് യോനി കവാടം തീർത്തവരാണ് കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികളും SFI DYFI നേതാക്കന്മാരും ഒക്കെ തന്നെ. സരസ്വതി ദേവിയുടെ നഗ്നമായ ചിത്രം MF ഹുസൈൻ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദു സ്ത്രീകളെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച ഹരീഷിന്റെ മീശ എന്ന് പറഞ്ഞ ഒരു നോവൽ വന്നപ്പോൾ അതിനെതിരായി ശക്തമായ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞപ്പോൾ അതിന് സംസ്ഥാന സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കൊടുക്കാൻ പോലും കേരള സർക്കാർ തയ്യാറായി. കാരണം ഇത് വളരെ ആസൂത്രിതമാണ്. ഇടതുപക്ഷ ബുദ്ധിജീവികളും ഇപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ദളിത് നേതാക്കന്മാരെന്ന് അവകാശപ്പെടുന്നവരും ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ സ്ഥിരമായി കാണിക്കുകയാണ്. തീർത്തും എതിർക്കപ്പെടേണ്ട ഈ ഒരു സാഹചര്യത്തിന് നിയമപരമായ രീതിയിൽ തന്നെ നമുക്കറിയാം, മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പേരൊരു ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഒരു പ്രൊഫസറുടെ കൈയും കാലും വെട്ടിക്കളഞ്ഞൊരു സംസ്ഥാനത്തിരുന്നാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇവിടെ ഹിന്ദുക്കളായിട്ടുള്ള ആരും ഉണ്ടാക്കുന്നില്ലല്ലോ. നിസ്സാരമായ നിരുപദ്രവമായ രീതിയിൽ ഇത്തരത്തിലുള്ള നിയമപരമായ പോരാട്ടങ്ങൾ മാത്രമേ ഹിന്ദുവിന് ഈ സംസ്ഥാനത്ത് വിധിച്ചിട്ടുള്ളൂ. ഗുണ്ടായുസം കാണിക്കാനൊക്കില്ല, മസിൽ പവർ കാണിക്കാനൊക്കില്ല, ആരെയും വെട്ടാനോ കൊല്ലാനോ സാധിക്കില്ല, ഒന്നും ചെയ്യത്തുമില്ല. പക്ഷേ ഈ ഹിന്ദുവിനെ അവമാനിക്കത്തക്ക രീതിയിലുള്ള ഈ പ്രവർത്തനങ്ങളെ ഒരു IAS ഓഫീസറാണ് ഈ ലോട്ടറിയുടെ ഡയറക്ടറായിട്ട് ഇരിക്കുന്നത്. ആ വ്യക്തിയൊക്കെ വളരെ സൂക്ഷ്മമായി ഇക്കാര്യങ്ങൾ വിലയിരുത്തി ചെയ്യേണ്ടതിന് പകരം ഇടതുപക്ഷത്തിലെ NGO യൂണിയന്റെ നേതാക്കന്മാരും NGO അസോസിയേഷന്റെ നേതാക്കന്മാരും ഒക്കെ എന്തെങ്കിലും കൊണ്ടുകൊടുത്താൽ കണ്ണുടച്ച് ഒപ്പിടുക അല്ല വേണ്ടത്. അദ്ദേഹത്തിന്റെ വീഴ്ചയാണ് എങ്കിൽ, അല്ലെ അദ്ദേഹത്തിന് ആരെങ്കിലും അദ്ദേഹത്തിനെ മറയാക്കി ഇത് ചെയ്തതാണെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുകയും ഈ ലോട്ടറി ടിക്കറ്റ് പിൻവലിക്കുകയും വേണമെന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം.